ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സ് അങ്ങനെ 60 ദിവസം പിന്നിടുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. ഇന്ന് എഴുന്നേറ്റപ്പോൾ താമസിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. പല്ലും തെച്ച് കഫേയിലേക്ക് ഇറങ്ങി. വണ്ടി എടുത്തില്ല. നടരാജാണ്. സ്കില്ലം കണ്ടം പൂച്ച. കാക്കയുടെ ചുണ്ടിൽ നോക്കിക്കേ. കൂടുതലും കമ്പിയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. വാർക്കലിനി എന്നാണാവോ? ഞാൻ പോണം. നമ്മൾ നടന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഫേയിലെത്തി. ദിസ് ഈസ് അവർ സാം മച്ചാൻ. മച്ചാന്റെ റൂമിലാണ് അണ്ണൻ കിടക്കുന്നത്. ബൈ ദ വേ ഹി ഈസ് ആൻ ആർട്ടിസ്റ്റ്. അതിനേക്കാളൊക്കെ ഉപരി ഹീസ് എ വെരി ഗുഡ് മ്യൂസീഷ്യൻ. ആൾ സ്വന്തമായിട്ട് എഴുതി പാടിയ പാട്ട് അണ്ണൻ കേൾപ്പിച്ചു തരാം. പാട്ടിന്റെ ലിങ്ക് കമന്റിലും കൊടുത്തേക്കാം. മച്ചാന്റെ പാഷനും പ്രൊഫഷനും തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ സംഭവമാണിത്. ആർട്ടിസ്റ്റ്. ഷുഗർ കട്ട് ആയതുകൊണ്ട് അണ്ണൻ കുടിക്കുന്ന എല്ലാ കാപ്പിക്കും ചായക്കും ഒരേ ടേസ്റ്റ് തന്നെയാണ്. പാസത്തോടെ ഉണ്ടാക്കിയതുകൊണ്ട് കുടിച്ച് ചേർന്നിട്ട് അരയന്നെ അവിടെ തന്നെയുണ്ട്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു വർക്ക്. ഇന്നലെ ഓറഞ്ച് അടിച്ച വാളില് സ്കെച്ച് ചെയ്തിട്ട് ബ്ലാക്ക് അടിക്കാൻ തുടങ്ങി. ചക്ക അടക്കം നോക്ക്. ചക്കൊന്നും ഇവിടെ ഒരു വിലയില്ല. അങ്ങനെ അടിച്ചടിച്ച് എത്താത്ത സ്ഥലം ഏണി വെച്ച് കയറി അടിച്ചിട്ട് ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയി. ഈ വാളും ഏകദേശം തീരാറായിരിക്കുക. ഇനി അടുത്ത വാളിലേക്ക് കയറണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കഫേയുടെ പേര് എഴുതണം. അതെങ്ങനെ എഴുതുന്നതാണ് എന്ന് തലപോകഞ്ഞ് ആലോചിച്ചു. പെട്ടെന്ന് റെഡി കിട്ടി. പിന്നെ ഓടി കിച്ചണിൽ ചെന്ന് ചെമ്മീൻ കുത്തി വെക്കുന്ന കുറെ ഈർക്കൽ കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം കൂടി കൂട്ടി ഒടിച്ച് 2 ചോക്കും റബ്ബർ ബാൻഡ് എടുത്ത് ഈ കാണുന്ന പോലെ സാധനം ഉണ്ടാക്കിയെടുത്തു. ഇനി കാലിഗ്രഫി സ്കില്ലാണ്. ഈ ബോർഡിൽ എഴുതിയേക്കുന്ന അതേപോലെ തന്നെ ഭിത്തിയിൽ എഴുതണം. അങ്ങനെ 1 മണിക്കൂറത്തെ കഠിന പ്രയത്നത്തിന് ശേഷം സംഭവം എഴുതി കഴിഞ്ഞു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതിന് ഒരു വട്ടം വരയ്ക്കലാണ്. അതിന് നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്. ഒരു PVC പൈപ്പ് എടുത്ത് ഒരെൻഡിൽ നേരത്തെ കാണിച്ച് ചേർക്കലും മറ്റേണ്ടിൽ ഒരു ചോക്കും വെച്ചിട്ട് കോമ്പസ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ വട്ടം വരക്കലും പെർഫെക്റ്റ് ആക്കി ചെയ്തു. ഇനി അടുത്ത പണി പെയിന്റ് മിക്സ് ആക്കലാണ്. തേനറൊക്കെ ഒഴിച്ച് കലക്കി ഒരു ഓറഞ്ച് കളർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടെടുത്തു. പിന്നെ അടി തുടങ്ങി. വൈകിട്ടായപ്പോൾ ഒരു കോഫിയും കുടിച്ച് വന്ന് പേരിന്റെ ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി ടാഗ് ലൈൻ. അത് കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രഷായി റെസ്റ്റ് എടുത്ത് വീണ്ടും കഫേയിലേക്ക് തന്നെ വന്നു. എന്നിട്ട് പുതിയൊരു വോളിൽ സ്കെച്ചും ചെയ്ത് നേരത്തെ വെച്ച ബാക്ക്ഗ്രൗണ്ടിന്റെ മുകളിലും സ്കെച്ച് ചെയ്തു. കയ്യെത്താത്ത ഉയരത്തിൽ വരയ്ക്കാനും ഒരു ടൂൾ ഉണ്ടാക്കിയെടുത്തു. ഇതുകൊള്ളാം, ചാരി നിന്നങ്ങ് വരച്ചാൽ മതി. അങ്ങനെ അവിടെ നിന്ന് 2-3 പടത്തിന്റെ ഔട്ട്ലൈൻ വരച്ചു. എന്നിട്ട് ഒരു 11 മണി കഴിഞ്ഞപ്പോൾ കടയും പൂട്ടി റൂമിലേക്ക് ഇറങ്ങി. റൂമിലെത്തി ക്യാരംസും കളിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബാക്കി നാളെ. അപ്പോൾ ബൈ.